Hi dear students, today's class Business Management Part 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നേരത്തെ നടന്ന പെയ്ഡ് ബാച്ചിന്റെ കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ അലോ ചെയ്യുകയാണ്. കുറച്ച് ക്ലാസ്സസ് മാത്രമാണ് ഫ്രീ ആയിട്ട് തരുന്നത്. ഓൾറെഡി കുറച്ച് ക്ലാസ്സസ് നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് മാനേജ്മെന്റിന്റെ പാർട്ട് 1 ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പാർട്ട് 2 ക്ലാസ് ആണ്. ബിസിനസ് മാനേജ്മെന്റിന്റെ പാർട്ട് 2 ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോവുകയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എക്സാം UGC നെറ്റ് 2025 എന്തായാലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. 2 വർഷം മുമ്പ് എടുത്ത വീഡിയോ ക്ലാസ്സുകളാണ് മെജോറിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 2019 ശേഷം സിലബസ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ പുതിയ അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ച് തന്നെയാണ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ട്രെയിനിങ് ഈ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രെയിനിങ് എന്തൊക്കെയാണ്, മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, ഓക്കെ, അതിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എനിവേ അപ്പോൾ മാനേജ്മെന്റ് തിങ്കേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വർഷം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ലൂതർ ഗുലിക് പോസ്റ്റ് കോർബ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് പ്ലാനിങ്, P എന്ന് പറയുന്ന പ്ലാനിങ്, O എന്ന് പറയുന്ന ഓർഗനൈസിങ്, S സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, C കോർഡിനേറ്റിംഗ് ആൻഡ് R റിപ്പോർട്ടിംഗ്, ദെൻ B ബഡ്ജറ്റിംഗ്. അതേപോലെ തന്നെ ഹെൻറി ഫയോൾ കൊണ്ടുവന്ന കൺസെപ്റ്റ് ഓർത്ത് വെക്കണം. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. കൂൺസ് ആൻഡ് ഒഡോണൽ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ +1 ബുക്കിലൊക്കെ പഠിക്കുന്നത് അല്ലേ. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഫോർമലി എല്ലായിടത്തും പഠിക്കുന്ന ഒരു സ്റ്റെപ്പ്. ഇതാണ് കൂൺസ് ആൻഡ് ഒഡോണൽ ആണ് ഈ ഒരു സ്റ്റെപ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ട്രെയിനിങ് ഓക്കെ, ദെൻ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, ട്രെയിനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഡെവലപ്പിംഗ് എ പർട്ടിക്കുലർ സ്കിൽ. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് നടത്താം. ഓക്കെ, അതിൽ തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് 2020 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെറ്റ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് നോക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജോബ് ഉണ്ടാവും, ആ ജോബിന്റെ ഉള്ളിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്തായിരിക്കും, പുറത്തായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു വർക്ക്ഷോപ്പിൽ ഒരു പുതിയ പണിക്കാരൻ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, പുതിയൊരാൾ വന്നു. അപ്പോൾ അയാൾക്ക് ആ വർക്ക്ഷോപ്പിന്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, പണി ചെയ്യേണ്ടി വരിക. അതായത് വർക്ക്ഷോപ്പിൽ ബാക്കിയുള്ള പണിക്കാർ എങ്ങനെയാണോ ചെയ്യുന്നത് അതൊക്കെ നോക്കി കണ്ട് പഠിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വർക്കാണ്. ഓക്കെ, അതേപോലെ തന്നെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതോ ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണ് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അതേപോലെ അങ്ങനെ പുറത്ത് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു പർപ്പസ് ഉള്ള കാര്യങ്ങളുണ്ട്. പുറത്ത് ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ ലെക്ചർ മെത്തേഡ് ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. എന്താ ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, പുറത്തുനിന്ന് ഒരാൾ വന്ന് ക്ലാസ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതെന്ന് വിചാരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാൾ വരികയാണ്. ഓക്കെ, പുറത്തുനിന്ന് ഒരാൾ വരികയാണ്. ദെൻ അയാൾ വന്നിട്ട് പുറത്തുനിന്ന് ക്ലാസ് കൊടുക്കുകയാണ്, അതായത് ലെക്ചർ കൊടുക്കുകയാണ്. ഇവർക്ക് ലെക്ചർ കൊടുക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാളാണ് വന്നത്, എന്നിട്ടാണ് ലെക്ചർ കൊടുത്തത്. അതുകൊണ്ടാണ് അതിനെ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോച്ചിങ് ഉണ്ട്, മെന്ററിംഗ് ഉണ്ട്, ജോബ് റൊട്ടേഷൻ ഉണ്ട്, ജോബ് ഇൻസ്ട്രക്ഷണൽ ടെക്നിക് ഉണ്ട്, അപ്രന്റീസ്ഷിപ്പ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഓരോന്നും നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ കോച്ചിങ്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കോച്ചിങ് കൊടുക്കും. ഇപ്പം നമ്മളിപ്പോൾ നടന്ന എന്താ, നെറ്റ് കോച്ചിങ് ആണ്. അതായത് നെറ്റ് എക്സാം നമ്മളൊരു ഗ്രൂപ്പായി തിരിച്ച് അതിനുള്ളിൽ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുകയാണ്. ഓക്കെ, ട്രെയിനിങ് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ കോച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കോച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ദെൻ മെന്ററിങ്, ഞാൻ ആവശ്യമായിട്ടുള്ള മെന്ററിംഗ് ഒക്കെ തരുന്നുണ്ട്. നിങ്ങൾ അത് അങ്ങനെ ആ രീതിയിൽ പഠിക്കണം, ഈ രീതിയിൽ പഠിക്കണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്നത്. അതായത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത്. അതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുക. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുക. ഞാൻ മെന്റർ ചെയ്യാം, നിങ്ങൾ അതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം എന്ന് പറയണം. ഓക്കെ, ദാറ്റ് ഈസ് മെന്ററിങ് ആക്ച്വലി. ദെൻ ജോബ് റൊട്ടേഷൻ, ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് മാറ്റുക. അത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. ഒരു ജോബ് ഞാൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഓക്കെ, ദെൻ എന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. ദെൻ എന്നെ നെക്സ്റ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി അല്ലേ, പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. ഇതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയാം. പ്രൊമോഷൻ അല്ല, ജോബ് റൊട്ടേഷൻ ആണ്. ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രൊമോഷൻ ഒന്നും കിട്ടുന്നില്ല, എനിക്ക് കൂടുതൽ സാലറിയോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സെയിം
പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റാൻ. അപ്പോൾ ഇതും ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതുകൊണ്ടാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡായിട്ട് പറയുന്നത്. ദെൻ ജോബ് ഇൻസ്ട്രക്ഷൻ, ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു എംപ്ലോയീസിന്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നു. ദെൻ അപ്രന്റീഷിപ്പ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ പ്രൊജക്റ്റ് മെത്തേഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? പ്രൊജക്റ്റ് ഒക്കെ ഒരു ഓർഗനൈസേഷനിൽ പോയി നിന്ന് അവിടുന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യുന്ന പ്രൊജക്ട്സ് ഒക്കെ ഇല്ലേ, നമ്മുടെ ചില ആൾക്കാരൊക്കെ ചെയ്യുള്ളൂ. സംടൈംസ് ഇറ്റ് മേ ബി ലൈക്ക് ആൻ അപ്രന്റീഷിപ്പ് സ്കീം. ദെൻ അണ്ടർസ്റ്റാൻഡിങ് കൺസെപ്റ്റ്, എംപ്ലോയീസിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതും ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ദെൻ ഓഫ് ദ ജോബ് ട്രെയിനിങ്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് ലെക്ചർ അതായത് ലെക്ചർ തരികയാണ്. ഒരാൾ പുറത്തുനിന്ന് വരികയാണ്, എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവർക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നു. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ലെക്ചർ അത് ഓഡിയോ കോൺഫറൻസ് ആവാം, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് ആവാം, അതിലൂടെയൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള ലെക്ചർ ആൻഡ് കോൺഫറൻസിൽ ഉൾപ്പെടുത്താം. ദെൻ വേസ്റ്റ്യൂബിൾ ട്രെയിനിങ് നോക്കാം. വേസ്റ്റ്യൂബിൾ ട്രെയിനിങ് മീൻസ് നമ്മളൊരു കാര്യത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് വേസ്റ്റ്യൂബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ, വേസ്റ്റ്യൂബിൾ, സിമുലേഷൻ, റോൾ പ്ലേയിങ്, ഈ മൂന്നിന് നമുക്കൊരു കോമൺ എക്സാമ്പിൾ പറയാം. ഓക്കെ, 3 കാര്യങ്ങൾക്ക് ഒരു കോമൺ എക്സാമ്പിൾ പറയാം. അതിനുശേഷം നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക്, ബാസ്ക്കറ്റ് ട്രെയിനിങ്ങിലേക്ക് പോകാം. ഈ 3 എണ്ണത്തിനും കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഒരു എന്താ പറയുക, എയർപോർട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഒരു എയർപോർട്ട് വരുന്ന സമയത്ത് ആദ്യം അവിടെയുള്ള റൺവേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, അതേപോലെ തന്നെ എയറോപ്ലെയിൻ പറന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിളായിട്ടൊന്ന് ഒരു എയറോപ്ലെയിൻ പറത്തി നോക്കും അല്ലേ, എയറോപ്ലെയിൻ നോക്കും. അപ്പോൾ മെയിൻ എയർപോർട്ടിലേക്ക്, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വിമാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിൾ ചെയ്ത് നോക്കും. ഓക്കെ, ഒരു സിമിലർ സിറ്റുവേഷൻ പോലെ ആക്കിയിട്ട് ഒരു സാമ്പിൾ ചെയ്ത് നോക്കും. ഇതിനൊക്കെയാണ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ സിമുലേഷൻ അല്ലെങ്കിൽ റോൾ പ്ലേയിങ്. സിമുലേഷൻ ആണ് കേട്ടോ, സിമുലേഷൻ ആണ്, സ്റ്റിമുലേഷൻ അല്ല, സിമുലേഷൻ. ഓക്കെ, സിമുലേഷൻ. ഓക്കെ, സിമുലേഷൻ, റോൾ പ്ലേയിങ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ആക്ച്വൽ സിറ്റുവേഷൻ. ഫോർ അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ തലേ ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂലേ, എങ്ങനെയായിരിക്കും അടുത്ത ദിവസം ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മിററിലൊക്കെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനോട് നേരെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നാളെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ സംഭവിക്കാം. അതിനാണ് ആക്ച്വലി റോൾ പ്ലേയിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സിമുലേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മളൊരു മെയിൻ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട്, സിമിലർ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും എയർപോർട്ടിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താ, ഒരു സാമ്പിൾ വിമാനങ്ങളൊക്കെ പറത്തി നോക്കും, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊസീഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യും, ട്രെയിനിങ് കൊടുക്കും. അതിനാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. ഓക്കെ, ദെൻ ബാസ്ക്കറ്റ് ട്രെയിനിങ് ഉണ്ട്, അതേപോലെ തന്നെ കേസ് സ്റ്റഡി ഉണ്ട്, സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഉണ്ട്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്, കേസ് സ്റ്റഡി, ഇപ്പം ഒരു പർട്ടിക്കുലർ കേസ് നടന്നിട്ടുണ്ടോ, ആ ഒരു കേസിനെ കുറിച്ച് ഇന്റൻസീവ് സ്റ്റഡി നടത്തും. ഇന്റൻസീവ് സ്റ്റഡി എന്ന് വെച്ചാൽ ആഴത്തിൽ പഠിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കേസ്, എന്തെങ്കിലും ഒരു കേസ് വരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു കേസ്, അപ്പോൾ ആ ഒരു കേസ് പണ്ട് ഇതേപോലെയുള്ള സിമിലർ കേസ് ഉണ്ടായിട്ടുണ്ടോ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതിനാണ് കേസ് സ്റ്റഡി എന്നൊക്കെ പറയാം. ഓക്കെ, സിമിലർ നേച്ചറിലുള്ള കേസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ അതിനെ ആ ഒരു കേസിനെ ആഴത്തിൽ പഠിക്കും. എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കേസ് ആഴത്തിൽ പഠിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയാം. സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങും അതേ ടൈപ്പ് ട്രെയിനിങ് തന്നെയാണ്. ഇതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. അതായത് ജോബിനെ പുറത്ത് കൊടുക്കുന്ന ട്രെയിനിങ് ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എംപ്ലോയി സെൻസിറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ, എംപ്ലോയി സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആളാണോ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആളാണോ, നന്നായിട്ട് ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് പ്രൊഡക്ഷൻ, ഒരു മെഷീനറി കംപ്ലൈൻ്റ് ആയി, അപ്പോൾ പ്രൊഡക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എംപ്ലോയി ആ ഒരു സിറ്റുവേഷൻ സെൻസിറ്റീവ് ആണോ എന്ന് നോക്കും. ആ ഒരു സിറ്റുവേഷന് യോജിച്ച് പോകുന്ന ഒരു എംപ്ലോയി ആണോ. മെഷീനറി പെട്ടെന്ന് കേടായി പോയി കഴിഞ്ഞാൽ എംപ്ലോയി അല്ലെങ്കിൽ ആ ഒരു മാനേജർ എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ ഡീൽ ചെയ്തത്, കുഴപ്പമില്ലാതെ ഡീൽ ചെയ്തോ, അതൊക്കെയാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, സിമുലേഷൻ ആണ്, ശ്രദ്ധിക്കുക, സ്റ്റിമുലേഷൻ അല്ല, സിമുലേഷൻ. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സിമുലേഷൻ. ദെൻ ബാസ്ക്കറ്റ് ട്രെയിനിങ് അതുപോലെ തന്നെയാണ്. എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബാസ്ക്കറ്റിൽ കൊണ്ടിടും. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു ബാസ്ക്കറ്റിൽ
കൊണ്ടിടുന്നു, എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അപ്പം ഞാൻ എനിക്ക് നേരിട്ട് പറയാൻ മടിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി എൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇടുകയാണ്. എനിക്ക് ഓവർ സ്ട്രെസ്സാണ്, അതേപോലെ തന്നെ എനിക്ക് പെയിൻഫുൾ ആണ്, ജോബ് കുറച്ച് പെയിൻഫുൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ജോബിനെ കുറിച്ചുള്ള ഒരു ജോബ് കണ്ടീഷൻ അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് ഇതൊക്കെ ഞാനൊരു ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് എൻ്റെ ട്രെയിനർക്ക് അത് കാര്യമായിട്ട് മനസ്സിലാവുകയും അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ തരികയും ചെയ്യും. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് പേജ് ഓൺ ദ ജോബ് ട്രെയിനിങ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഞാൻ പറഞ്ഞ അതേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ദെൻ ജോബ് ടേംസ് ഇത് നോക്കാം, ശ്രദ്ധിക്കാം. ഇനി ഈ ഒരു ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ് ഓൾ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ജോബ്. ഒരു ജോബിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് നിർവഹിക്കണം, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, അതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ജോബ് സ്പെസിഫിക്കേഷൻ നോക്കാം. നിങ്ങളുടെ ഒരു ജോബ് വിളിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കും അല്ലെ, എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കും. എങ്ങനെ കൊടുക്കാം? എംപ്ലോയീസിന് ആവശ്യമുണ്ട്, BCom കഴിഞ്ഞ എംപ്ലോയീസിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ MCom കഴിഞ്ഞ എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയും. ഇതിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ സ്കിൽ, കമ്പ്യൂട്ടർ സ്കിൽ ഉണ്ടാവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. Then job analysis is a process of determining the nature of the job and studying all its duties, responsibilities and the skill, knowledge, qualification required to accomplish the job in an effective manner. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ജോബിനെ കുറിച്ച് മൊത്തത്തിൽ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയാം. മൊത്തത്തിൽ അതിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ജോബ് അനാലിസിസ് എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ആണ്. അതാണ് സാധാരണഗതിയിൽ ചോദ്യം ചോദിക്കാറുള്ളത്. ഓക്കെ, ദെൻ ജോബ് ക്ലാസിഫിക്കേഷൻ, ജോബ് ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനാണ് ജോബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോരോ ഏരിയ നമ്മൾ തരംതിരിക്കും. ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ജോബ് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ജോബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ ജോബ് എൻലാർജ്മെന്റ്. ജോബ് എൻലാർജ്മെന്റ് സം ഓഫ് ദി ഡ്യൂട്ടീസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു എംപ്ലോയി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരുന്നു. ആയിരുന്നു. അദ്ദേഹത്തിന് ഡ്യൂട്ടി കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുകയാണ്. ഡ്യൂട്ടി എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കൂടെ അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി കൂടെ കൊടുക്കുകയാണ്. എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, വലുതാക്കി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജോലി കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കുകയാണ്. അതിനെയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയാം. എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടി, കുറച്ചുകൂടെ ഡ്യൂട്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ജോലി ആകുമ്പോൾ കുറച്ചുകൂടെ ഡ്യൂട്ടി കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത ആൾക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കൊടുക്കുന്നു, കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജോബിന് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കുന്നു. കൊടുക്കുന്നതിനാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയാം. കുറച്ചുകൂടെ എന്താ പറയുക, മോട്ടിവേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ വാല്യൂസ് കൊടുക്കുന്ന, കുറച്ചുകൂടെ അല്ലെങ്കിൽ ലൈക്ക് ഒരു പ്രൊമോഷൻ പോലെ കൊടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയാം. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസ് ഒക്കെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ജോബ് എൻറിച്ച്മെന്റ് ജോബിന് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുക. എനിക്ക് കൂടുതൽ താല്പര്യം സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, എനിക്ക് കൂടുതൽ താല്പര്യം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ വാല്യൂ തരാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ടാസ്ക് തരാൻ വേണ്ടിയിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ 1-2 ഡ്യൂട്ടീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബ് എൻറിച്ച്മെന്റിൽ വരിക. കൂടുതൽ വാല്യൂ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. എംപ്ലോയീസിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ഏതാണ്, അതിലേക്കൊക്കെ എംപ്ലോയീസിനെ മാറ്റാനും അങ്ങനെയുള്ള രീതിയിൽ എംപ്ലോയീസിന് കൂടുതൽ വാല്യൂ ഉള്ളതായി തോന്നും, ജോബിന് കൂടുതൽ വാല്യൂ ഉള്ളതായി തോന്നും. അതിനെയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ പെർഫോമൻസ് അപ്രൈസൽ. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. മോഡേൺ മെത്തേഡ്സും ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്. ഏതൊക്കെയാണ് പഴയകാല മെത്തേഡ്സ് ഏതൊക്കെയാണ്? അതിനാണ് ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയാം. റാങ്കിങ് ഉണ്ട്, ഗ്രേഡിംഗ് ഉണ്ട്, പെയർഡ് കമ്പാരിസൺ ഉണ്ട്, ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഗ്രാഫിക്കൽ റൈറ്റിംഗ് ഉണ്ട്, എസ്സേ റൈറ്റിംഗ് ഉണ്ട്, ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്, ഫീൽഡ് റിവ്യൂ മെത്തേഡ്. ഇതൊക്കെ സിമ്പിൾ ആണ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ മാത്രം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം.
റാങ്കിങ്, ഒന്നാമത്തെ മെത്തേഡ് എംപ്ലോയീസിന് റാങ്ക് കൊടുക്കുകയാണ്. ഓക്കെ, എങ്ങനെ റാങ്ക് കൊടുക്കാം? എംപ്ലോയീസിന്റെ കഴിവിനനുസരിച്ച് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, ഫിഫ്ത്ത് റാങ്ക് ഇങ്ങനെ കൊടുക്കാം. 6th റാങ്ക്, 7th റാങ്ക്, 8th റാങ്ക്, 9th റാങ്ക്, 10th റാങ്ക്. ഓക്കെ, ഇങ്ങനെ റാങ്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം, പ്രോപ്പർ സിസ്റ്റം. അതേപോലെ രണ്ടാമത്തെ മെത്തേഡ് നോക്കാം, എംപ്ലോയീസിന് ഗ്രേഡ് കൊടുക്കുകയാണ്. ഗ്രേഡ് എയിൽ നല്ല കഴിവുള്ള സ്കിൽഡ് വർക്കേഴ്സ്, പിന്നെ ഗ്രേഡ് ബിയിൽ മീഡിയം സ്കിൽഡ് വർക്കേഴ്സ്. ഓക്കെ, ഗ്രേഡ് സിയിൽ ലാക്ക് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ ലെസ് സ്കിൽഡ് വർക്കേഴ്സ്. ഇങ്ങനെ ഓരോ ഗ്രേഡ് കൊടുത്തിട്ട് ഗ്രേഡ് എയിൽ ഹൈലി സ്കിൽഡ് വർക്കേഴ്സിനെ ഉൾപ്പെടുത്താണ്. അങ്ങനെ 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 ലൈക്ക് ഉൾപ്പെടുത്തുന്നതിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയാം. ഇതിൻ്റെ ഒക്കെ എക്സാമ്പിൾ ആണ് നമുക്ക് ആവശ്യം. കാരണം എക്സാമിന് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. വെറുതെ കുറെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ എക്സാമ്പിൾ പഠിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, പെയ്ഡ് കമ്പാരിസൺ. ഒരു എംപ്ലോയിനെ മറ്റൊരു എംപ്ലോയിയുമായി കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു എംപ്ലോയി ഹൈലി സ്കിൽഡ് ആണ്, സ്കിൽഡ് വർക്കറാണ്. മറ്റൊരു എംപ്ലോയി ലെസ് സ്കിൽഡ് വർക്കറാണ്. അപ്പം ഈ ലെസ് സ്കിൽഡ് വർക്കറെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സ്കിൽഡ് വർക്കറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനൊരു പെയർഡ് കമ്പാരിസൺ എന്ന് പറയാം. ദെൻ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യെസ്, എംപ്ലോയീസിന് ഒരു ലൈക്ക് ദിസ് ഗുഡ് എംപ്ലോയി, ആവറേജ് എംപ്ലോയി, എക്സലന്റ് എംപ്ലോയി, അങ്ങനെ ഒരു സ്കെയിൽ രൂപത്തിൽ ഗുഡ് എംപ്ലോയീസിൽ ആരൊക്കെയാണുള്ളത്? എംപ്ലോയി എ, ബി, സി, ഡി, ഇ ആവറേജ് എംപ്ലോയീസിലാണുള്ളത്. അങ്ങനെ ബിലോ ആവറേജ് എംപ്ലോയി ആരൊക്കെയാണ്? അങ്ങനെ ലൈക്ക് ദാറ്റ്, അങ്ങനെ തരംതിരിക്കുന്നതിനാണ് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ദെൻ ചെക്ക് ലിസ്റ്റ് നോക്കാം. ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, all the characteristics are given in the form of yes or no question. yes or no question എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, എക്സാമ്പിൾ പറയാം, അപ്പം കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ലൈക്ക് ദാറ്റ്, ഈ എംപ്ലോയി ഈ ഒരു ജോബിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. സ്യൂട്ടബിൾ ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് ഞാനൊരു ചെക്ക് ലിസ്റ്റ് വെച്ചു. ചെക്ക് ലിസ്റ്റ് പറഞ്ഞാൽ ഇവിടെ യെസ് എന്ന് പറഞ്ഞതും ഇവിടെ നോ എന്ന് പറഞ്ഞ ഒരു ബോക്സ് പോലെ വെച്ചു. അപ്പൊ ഈ ഒരു എംപ്ലോയി ഇതിന് സ്യൂട്ടബിൾ ആണ്, ഈ ഒരു വർക്കർ ഇതിന് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പെർഫോമൻസ് വിലയിരുത്തുന്ന ആള് യെസ്സിൽ ടിക്കിടും. അല്ല എങ്കിൽ നോയിൽ ടിക്കിടും. ഇതിനാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു കോളം രൂപത്തിലായിരിക്കും ഉണ്ടാവുക ചെക്ക് ലിസ്റ്റ്. ഓക്കെ, ദെൻ ഗ്രാഫിക്കൽ റേറ്റിംഗ് മെത്തേഡ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇവിടെ നോക്കാം, ഒരു പോയിന്റ്സ് കൊടുക്കാണ്. 1 2 3 4 5 6 7. 1 എന്ന് പറയുന്ന ഹൈലി ഗുഡ് എംപ്ലോയി ആയിരിക്കും. അങ്ങനെ 6 എന്ന് പറയുന്നത് ഒരു ലെസ് സ്കിൽഡ് വർക്കർ ആയിരിക്കും. അങ്ങനെ ഓരോരാൾക്ക് ഓരോ പോയിന്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നേരെ തിരിച്ചാവാട്ടോ, 7 എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് വർക്കർ ആയിരിക്കും, 6 എന്ന് പറയുന്നത് അതിന് താഴെയുള്ള വർക്കർ, 5 എന്ന് പറയുന്നത് അങ്ങനെ 1 എന്ന് പറയുന്ന ലെസ് സ്കിൽഡ് വർക്കർ. അങ്ങനെ ആയിട്ട് ഒരു ഗ്രാഫിക്കൽ റേറ്റിംഗ് കൊടുക്കുകയാണ്, ഒരു ന്യൂമറിക്കൽ പോയിന്റ്സ് കൊടുക്കുകയാണ്. 1 2 3 4 5 6 7. അങ്ങനെ ഓരോ പോയിന്റിലും ഓരോ ആൾക്കാർ വരും. അങ്ങനെ അതിനെയാണ് എന്തെന്ന് പറയാം, ഗ്രാഫിക്കൽ റേറ്റിംഗ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ദെൻ നോക്കാം എസ്സേ മെത്തേഡ്. ഒരു എംപ്ലോയീസിനെ കുറിച്ച് എസ്സേ മീൻസ് എന്താ? ആ എംപ്ലോയീസിനെ കുറിച്ച് പെർഫോമൻസ് വിലയിരുത്തുന്ന ആൾ ഒരു എസ്സേ രൂപത്തിൽ എഴുതാണ്. ആ എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം നന്നായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അദ്ദേഹം ഒരു ദിവസം കറക്റ്റായിട്ട് പങ്ക്ച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു എസ്സേ രൂപത്തിൽ അങ്ങനെ എഴുതുന്നതിനെയാണ് എസ്സേ റൈറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് സിമ്പിൾ മെത്തേഡാണ്. ഒരു പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെഷീനറി കംപ്ലൈന്റ് ആയി, ഇനി എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ എംപ്ലോയി ആ സിറ്റുവേഷൻ അനുസരിച്ച് എംപ്ലോയി ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, അതിനാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ഉണ്ടായി, സമരം ഉണ്ടായി, അപ്പോൾ എന്താണ് ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഡീല് ചെയ്യുന്ന എംപ്ലോയീസും വർക്കേഴ്സും ഒക്കെ ആണോ ഉള്ളത്, അതിനെയാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ്. പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് സംഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണോ, അതാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്. ഫീൽഡ് റിവ്യൂ മെത്തേഡ് നോക്കാം. ഫീൽഡ് റിവ്യൂ മെത്തേഡ്, the appraiser takes the heads of subordinates and supervisors to rate an employee. നോക്കുക, പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടി ഒരാൾ വന്നു, പെർഫോമൻസ് അപ്രൈസർ വന്നിട്ട് എംപ്ലോയീസിനെ വിലയിരുത്തുകയാണ്. അപ്പോൾ എംപ്ലോയീസിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എംപ്ലോയീസിനൊപ്പം വർക്ക് ചെയ്യുന്ന മറ്റ് വർക്കേഴ്സിനോടൊക്കെ ചോദിക്കാം, അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സിനോട് ചോദിക്കാം, സബോർഡിനേറ്റ്സിനോട് ചോദിക്കാം. ഇങ്ങനെ പല ആൾക്കാരോടും ചോദിച്ചിട്ടാണ് എംപ്ലോയീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതെങ്കിൽ അതിനെയാണ് ഫീൽഡ് റിവ്യൂ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ,
ദെൻ മോഡേൺ മെത്തേഡ്സ് ഏതൊക്കെയാണ് നോക്കാം. MBO സിമ്പിൾ മെത്തേഡ്സ് ആണ് മോഡേൺ മെത്തേഡ്സ് ഒക്കെ. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ 360 അപ്രൈസൽ, അസസ്മെന്റ് സെന്റർ, ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. സിമ്പിളാണ് BARS എന്ന് പറയും. ഒരു വർഷം 2017 BARSന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2017 എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിലാണ് BARSന്റെ ഫുൾ ഫോം. ഇത് നോക്കുക, ഇത് സിമ്പിളാണ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഒന്നാമത്തെ മെത്തേഡ് നോക്കാം. ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇത് പീറ്റർ എഫ് ഡ്രക്കർ ആണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ആദ്യം തന്നെ നോട്ട് ചെയ്യാം. പീറ്റർ എഫ് ഡ്രക്കർ പോയിന്റ് അറ്റ് ദിസ് കൺസെപ്റ്റ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഓരോരാൾക്കും എന്താ പറയാ, ലൈക്ക് വെയിറ്റ് പെർഫോമൻസ് അപ്രൈസലിൽ ഒന്നാമത്തെ മെത്തേഡ് മോഡേൺ മെത്തേഡിൽ MBO മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് നോക്കാം. പീറ്റർ എഫ് ഡ്രക്കർ ആണ് ഇത് കൊണ്ടുവന്നത്. Certain tasks based on their job role are given to the employees and a team is assigned to monitor the task. ഇവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ ഒരു മാനേജ്മെന്റ് ആണ്. ഒരു ടാർജറ്റ് വേണം എന്നാണ് പറയുന്നത്. ടാർജറ്റ് നേടിയെടുക്കുന്ന എംപ്ലോയീസ് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, അവർ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടുഡേസ് ടാർജറ്റ് 1000 കിലോ അല്ലെങ്കിൽ 1000 കിലോ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ടുഡേസ് ടാർജറ്റ് അതാണ്. അപ്പോൾ അതിനനുസരിച്ച് അതൊരു ലക്ഷ്യമാണ്. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് കേന്ദ്രീകരിച്ചിട്ട് വേണം, എല്ലാത്തിനും ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ എംപ്ലോയീസ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കില്ലുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ വേണം. അതായത് ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യ അധിഷ്ഠിതമായിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കണം. ഇന്നത്തെ ടാർജറ്റ് ഇതാണ്, ഈ ഒരു ലക്ഷ്യം നമുക്ക് ഇന്ന് ടാർജറ്റ് ചെയ്യണം, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്ന പെർഫോമൻസ് അപ്രൈസലിലെ ഒന്നാമത്തെ മെത്തേഡാണ്, മോഡേൺ മെത്തേഡിലെ ഒന്നാമത്തെ മെത്തേഡാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ഈ മെത്തേഡ് കൊണ്ടുവന്നത് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ദെൻ 360 അപ്രൈസൽ. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് 360 അപ്രൈസൽ? In this method, an employee is appraised by the supervisors and the clients and subordinates and customers, including themselves. ക്രിക്കറ്റ് കളി കാണുന്നവർക്കറിയാം, 360 ഷോട്ടുകൾ പായിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനുണ്ട്. ഏത് ഭാഗത്തേക്കും ഷോട്ട് അടിക്കും എന്നതാണ് അതിനർത്ഥം. എബി ഡി വില്ലിയേഴ്സിനെയാണ് 360 ക്രിക്കറ്റ് പ്ലെയർ എന്നറിയപ്പെടുന്നത്. അതായത് ഏത് ഭാഗത്തേക്കും അദ്ദേഹത്തിന് ഷോട്ടുകൾ പായിക്കാൻ വേണ്ടി പറ്റും എന്നതാണ് 360 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും 360 പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ എല്ലാ ഭാഗത്തു നിന്നും വിലയിരുത്തുന്നതിനെയാണ് 360 അപ്രൈസൽ എന്ന് പറയാം. എംപ്ലോയീസിനെ അപ്രൈസ്ഡ് ബൈ സൂപ്പർവൈസേഴ്സ്, ക്ലയന്റ്, സബോർഡിനേറ്റ്സ്, കസ്റ്റമേഴ്സ്, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഒരു എംപ്ലോയിനെ എവിടെ നിന്നൊക്കെ വിലയിരുത്താൻ പറ്റുമോ അവിടെ നിന്നൊക്കെ വിലയിരുത്തുന്നതിനെയാണ് 360 അപ്രൈസൽ എന്ന് പറയാം. ഒരാൾ മാത്രമല്ല എംപ്ലോയിനെ വിലയിരുത്തുന്നത്, പല ആൾക്കാർ, പലതര വർക്കേഴ്സിനെ വിലയിരുത്തുന്ന പല ആൾക്കാരാണ്. എംപ്ലോയി എന്ന് പറയുന്നത് ആരാ? ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ജോലി കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ പല ഭാഗത്തു നിന്ന് ഡിഫറെന്റ് വ്യൂസ് ആണ് ഇവിടെ കിട്ടുന്നത്. പല ഭാഗത്തു നിന്നും എംപ്ലോയിനെ വിലയിരുത്തുകയാണ്. അതാണ് 360 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഭാഗത്തു നിന്നും വിലയിരുത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതിന് അസസ്മെന്റ് സെന്റർ ഉണ്ട്. ഇതൊരു സെന്റർ ആണ്. ഇവിടെ വെച്ച് എംപ്ലോയി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആർ സെലക്ടഡ് ആൻഡ് ആസ്ക്ഡ് ടു പെർഫോം എ ഫ്യൂ ടാസ്ക് ഇൻഡിവിജ്വലി ആൻഡ് എ ഫ്യൂ ടാസ്ക് ഇൻ ടീംസ്. ദീസ് ടാസ്ക് ആർ മെയിൻലി എയിംഡ് അറ്റ് ചെക്ക് ദ ടീം വർക്ക്. ഓക്കെ, ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കും, എന്നിട്ട് ഓരോ സെന്റർ ആയി തിരിക്കും. ഓക്കെ, ഇത് അസസ്മെന്റ് സെന്റർ എ ആണ്, ഇത് അസസ്മെന്റ് സെന്റർ ബി ആണ്. അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു വിചാരിക്കാം. ഓരോ ഗ്രൂപ്പിലും കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പം അസസ്മെന്റ് സെന്റർ എയിൽ ഒരു 10 പേരുണ്ടാവും, അസസ്മെന്റ് സെന്റർ ബിയിൽ ഒരു 8 പേരുണ്ടാവും. അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ സെന്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വിലയിരുത്തുന്നതിനാണ് അസസ്മെന്റ് സെന്റർ എന്ന് പറയാം. ഓക്കെ, ടീം വർക്കാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ടീമാക്കും, എന്നിട്ട് അതിനനുസരിച്ച് ആ ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതാണ് ഇവിടെ നോക്കുന്നത്. Then behaviorally anchored rating scale, BARS, എംപ്ലോയീസിനെ റേറ്റ് ചെയ്യും. എങ്ങനെയൊക്കെയാ? നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എങ്ങനെയാ? ഗുഡ് എംപ്ലോയി, അതേപോലെ തന്നെ മീഡിയം വർക്ക്ഡ് എംപ്ലോയി, അതേപോലെ തന്നെ ലെസ് സ്കിൽഡ് എംപ്ലോയി, എക്സലന്റ് എംപ്ലോയി, അങ്ങനെ ലൈക്ക് ഒരു സ്കെയില് പോലെ വിലയിരുത്തുന്നതിനെയാണ് ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ BARS എന്ന് പറയാം. BARSന്റെ ഫുൾ ഫോം ഒരു വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. കുറെ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റഡി HRM വിത്ത് മോർ MCQ. ഓക്കെ, നോക്കാം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ,
റിക്രൂട്ട്മെന്റ് സെലക്ഷൻ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്, സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് എന്ന് പറയുന്നത്, സെലക്ഷൻ നെഗറ്റീവ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ജോലിക്ക് ആളെ ആവശ്യമുണ്ട്, BCom ആണ് ക്വാളിഫിക്കേഷൻ, അക്കൗണ്ടന്റ് ആണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുത്തു എന്ന് വിചാരിക്കുക. ഇമാജിനറി ആണ്, ജസ്റ്റ് തിങ്ക് ഇറ്റ്. അപ്പോൾ ഒരു 5000 പേര് ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. 5000 പേര് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇതിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. ഈ 5000 പേര് റിക്രൂട്ട് ചെയ്തു. ഓക്കെ, ആപ്ലിക്കേഷൻ ഫൈനലൈസ് ചെയ്തപ്പോൾ 5000 ആളും ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തു. അതുകൊണ്ട് 5000 പേരെ നമ്മൾ എന്ത് ചെയ്തു, റിക്രൂട്ട് ചെയ്തു. പക്ഷേ ഇതിൽ എല്ലാവരെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്തു. ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാവരും റിക്രൂട്ട് ചെയ്തു. 5000 പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. 5000 പേര് ഒരു പോസ്റ്റിന് വേണ്ടി 5000 പേര് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 5000 പേര് എടുത്തു, റിക്രൂട്ട് ചെയ്തു. പക്ഷെ ഈ 5000 പേരെ ജോലിക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിലൊരു 5 പേർക്ക് ജോലി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 6 പേരെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 5 പേരാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഈ 5 പേരെ സെലക്ട് ചെയ്യുമ്പോൾ 4000 സംതിങ് ആൾക്കാർ എന്ത് ചെയ്തു, ഫെയിൽഡായി. ഈ 5000 പേരിൽ 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ 4995 പേര് എന്ത് ചെയ്തു, ഔട്ടായി പോയി. ബാക്കി 5 പേരെ സെലക്ട് ചെയ്തു. അപ്പൊ ഇതില് ഒരുപാട് പേര് എലിമിനേറ്റ് ആയിപ്പോയി. അതിന് ആ എലിമിനേഷൻ പ്രോസസ്സ് സെലക്ഷൻ പ്രോസസ്സിലാണ് നടക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം BCom ക്വാളിഫിക്കേഷനുള്ള ഒരു ജോബ് വിളിച്ചു, 5000 പേര് റിക്രൂട്ട്മെന്റ്, 5000 പേര് അപേക്ഷ ചെയ്തു. അതിൽ 5 പേരെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. ഈ 5000 പേരുള്ളതിന് റിക്രൂട്ട്മെന്റ്, ഇതിനൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. ഇതിൽ കുറേ പേര് എലിമിനേറ്റ് ചെയ്തിട്ട് അവസാനം 5 പേരെ സെലക്ട് ചെയ്ത് അതിനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇതൊരു നെഗറ്റീവ് അപ്രോച്ചും പിന്നെ റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് അപ്രോച്ചും ആവുന്നത്. ഓക്കെ, അപ്പോൾ 5000 പേരിനെ റിക്രൂട്ട്മെന്റ്, 5 പേര് സെലക്ട് ചെയ്തപ്പോൾ അത് സെലക്ഷൻ, അതിന് നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അത് മാത്രമാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു പോയിന്റ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. സ്റ്റഡി HRM വിത്ത് മോർ MCQ. ഇറ്റ് കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് MCQ വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഗൈസ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 6 വരുന്നത്. ഓക്കെ, മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ violating which of the principle of management metric organization which violates. മെട്രിക്സ് ഓർഗനൈസേഷൻ വയലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ, യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കാലർ ചെയിൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ശ്രദ്ധിക്കുക, മെട്രിക്സ് ഓർഗനൈസേഷൻ എന്താണെന്ന് ആദ്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു ഓർഗനൈസേഷൻ ലൈക്ക് ദിസ്, ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇവിടെ ലൈക്ക് ഇവിടെ വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ട്, ഇവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ട്, ഇവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ട്. ഓക്കെ, വരക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇമാജിനറിയാണ് എക്സാമ്പിൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇവിടെ ഒരു സീനിയർ ഓഫീസർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 2 പേര് ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്, മെട്രിക്സ് ഓർഗനൈസേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഇത് ഈ ഒരു ഡയഗ്രാം ഒന്നും നോക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾ 2 പേരോട് എന്ത് ചെയ്യും, അഭിപ്രായങ്ങൾ ചോദിക്കും. 2 പേര് അദ്ദേഹത്തെ നിയന്ത്രിക്കാനുണ്ടാവും. ആരൊക്കെയാ? ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടാവും, അതേപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീനിയർ ഓഫീസറും ഉണ്ടാവും. അങ്ങനെ 2 പേര് ഒരു എംപ്ലോയീസിനെ നിയന്ത്രിക്കും. 2 സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ 2 പേരുണ്ടാവും. ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. 2 സൈഡിൽ നിന്നും അയാളെ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. സാധാ എംപ്ലോയി ആയിരിക്കും, ആ എംപ്ലോയിനെ നോക്കാൻ വേണ്ടി 2 പേരുണ്ടാവും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിൽ കോളേജിൽ HODയും പ്രിൻസിപ്പൾ, അങ്ങനെ 2 ആൾക്കാരില്ലേ, 2 പേരില്ലേ? അതുപോലെ ലൈക്ക് ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഇപ്പം ഓർഗനൈസേഷനിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷനിൽ 2 ഹെഡ് ഉണ്ടാവും. 2 ഹെഡും ഒരു എംപ്ലോയീസിനെ നോക്കും. അപ്പോൾ ഇത് വയലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ എങ്ങനെയാ? യൂണിറ്റി ഓഫ് കമാൻഡിൽ ഒരാൾ മാത്രമേ നോക്കുള്ളൂ. ഒരു എംപ്ലോയിനെ, ഒരു വർക്കറിനെ ഒരാൾ മാത്രമേ നോക്കുള്ളൂ. അത് വൺ റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്.
ഒരു പേഴ്സൺ മാത്രമേ നോക്കുള്ളൂ, ഡുവൽ റിപ്പോർട്ടിംഗ് അല്ല. അതുകൊണ്ട് മെട്രിക്സ് ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ വയലേഷൻ നടക്കുന്നത് ഏതിലാ? യൂണിറ്റി ഓഫ് കമാൻഡിലാണ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ ഒരു എംപ്ലോയിനെ, ഒരു വർക്കറിനെ ഒരാൾ മാത്രമേ നിയന്ത്രിക്കുള്ളൂ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരാൾ മാത്രമേ നിയന്ത്രിക്കുള്ളൂ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് മാത്രമേ നിയന്ത്രിക്കുള്ളൂ. പക്ഷെ മെട്രിക്സ് ഓർഗനൈസേഷൻ അങ്ങനെയല്ല. മെട്രിക്സ് ഓർഗനൈസേഷനെ 2 പേർ നിയന്ത്രിക്കും. ആരൊക്കെയാ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടാവും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സീനിയർ ഓഫീസർ ഉണ്ടാവും. അങ്ങനെ 2 പേരും ഡുവൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് മെട്രിക്സ് ഓർഗനൈസേഷനിൽ. പക്ഷേ യൂണിറ്റി ഓഫ് കമാൻഡിലെ 1 റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. ഒരാൾ മാത്രമേ നോക്കുള്ളൂ, ഒരു എംപ്ലോയിനെ ഒരാൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺട്രോൾ ചെയ്യുള്ളൂ. പക്ഷേ മെട്രിക്സ് ഓർഗനൈസേഷനിൽ 2 പേർ കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് മെട്രിക്സ് ഓർഗനൈസേഷനിൽ മെട്രിക്സ് ഓർഗനൈസേഷൻ വയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ഓർഗനൈസേഷൻ തെറ്റായ രീതിയിൽ നടത്തുന്ന പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. ഓക്കെ. Then question number 7. Which of the following is not a hygiene factor according to Herzberg 2-factor theory? ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി ഉണ്ട്. 2 ഫാക്ടർ തിയറിയിൽ 2ആയിട്ട് തിരിക്കാം. ഹേഴ്സ്ബർഗ് 2-factor തിയറി, ഒന്ന് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും. ഒന്ന് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സ്. അങ്ങനെ 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ നോട്ട് എ ഹൈജീൻ ഫാക്ടറിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. അതായത് മോട്ടിവേഷണൽ ഫാക്ടറിനുള്ളിൽ ഉൾപ്പെടുന്ന കാര്യം ഏതെന്നാണ് ചോദിക്കുന്നത്. നോട്ട് എ ഹൈജീൻ ഫാക്ടർ എന്നല്ലേ, ഹൈജീൻ ഫാക്ടറിൽ ഉൾപ്പെടാത്ത കാര്യം ഏതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ നോക്കാം. ജോബ് സെക്യൂരിറ്റി, വർക്ക് കണ്ടീഷൻ, പേ ആൻഡ് ബെനിഫിറ്റ്, ഗ്രോത്ത്. ഇവിടെ ഇത് 3ഉം ഹൈജീൻ ഫാക്ടറാണ്. ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ജോബ് സെക്യൂരിറ്റി വേണം, വർക്ക് കണ്ടീഷൻ വേണം, പേ ആൻഡ് ബെനിഫിറ്റ് വേണം. മോട്ടിവേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന് ഗ്രോത്ത് ഒക്കെ കിട്ടണം, അങ്ങനെ അതൊക്കെയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് മോട്ടിവേഷണൽ ഫാക്ടറാണ്. ഇത് 3ഉം ഹൈജീൻ ഫാക്ടറാണ്. ഇവിടെ ഹൈജീൻ ഫാക്ടർ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഹൈജീൻ ഫാക്ടർ അല്ലാത്തത് ഏതാ? ഗ്രോത്ത് ആണ്. ഓക്കെ, ഗ്രോത്ത് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈജീൻ ഫാക്ടർ ഏതൊക്കെയാണ്? കമ്പനി പോളിസി, സൂപ്പർവിഷൻ, ജോബ് സെക്യൂരിറ്റി, വർക്ക് കണ്ടീഷൻ, പേ ആൻഡ് ബെനിഫിറ്റ്സ്, കോ വർക്കർ, എക്സെട്ര. ദെൻ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നോക്കാം. ഗ്രോത്ത്, പ്രൊമോഷൻ, റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ പ്രൊമോഷൻ കിട്ടാന്നൊക്കെ പറയുന്നത് ഒരു മോട്ടിവേഷണൽ ഫാക്ടറാണ്. അതേപോലെ റെസ്പോൺസിബിലിറ്റി, റെക്കഗ്നിഷൻ, ഒരാളെ തിരിച്ചറിയപ്പെടും. അദ്ദേഹത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് കൂടുതൽ ഒരു സമ്മാനം പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതൊക്കെ അദ്ദേഹത്തിന് മോട്ടിവേഷൻ കിട്ടുന്ന കാര്യങ്ങളാണ്, മോട്ടിവേഷണൽ ഫാക്ടറാണ്. പക്ഷേ ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹൈജീൻ ഫാക്ടർ. അദ്ദേഹത്തിന് സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈജീൻ ഫാക്ടറിലാണ് വരിക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം, നോട്ട് എ ഹൈജീൻ ഫാക്ടർ എന്നാണ് ചോദ്യം. ഹൈജീൻ ഫാക്ടർ ആദ്യത്തെ 3 ഓപ്ഷനും ഹൈജീൻ ഫാക്ടർ ആണ്. അപ്പം 4ാമത്തെ ഓപ്ഷൻ എന്താ? മോട്ടിവേഷണൽ ഫാക്ടർ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. ഓക്കെ. Question number 8. Select the correct statement which defines a correct meaning of 2 ഓഫ് വന്നിട്ടുണ്ട്, ഒരു ഓഫേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് മീനിങ് ഓഫ് ബൗണ്ടറി സ്പാനിങ്. ഓക്കെ. Select the correct statement which defines the correct meaning of boundary spanning. Option A. It refers to the science of morals, principles and rules of conduct. Option number B. It refers to the process that helps the organization and its employees to link with their external environment through specific activities. Option number C. It refers to the multiculturalism management. Option number D. It refers to an obligation of an individual, firm or institution to account for its activities and accept responsibilities for them. Okay. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ബൗണ്ടറി സ്പാനിങ് എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? ഇറ്റ് റിഫേഴ്സ് ടു ദ പ്രോസസ് that helps the organization and its employees to link their external environment through specific activities. ബൗണ്ടറി സ്പാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുറത്തേക്കുള്ള വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷൻ ഉള്ളിൽ മാത്രം നിന്നാൽ പോരാ, പുറത്തും കോണ്ടാക്ട്സ് വേണം. ഒരു ഓർഗനൈസേഷൻ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, പുറത്തുള്ള കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കോളേജിൽ ഇങ്ങനെ പറയാറില്ലേ, ഇങ്ങനെ നിങ്ങൾ കോളേജിൽ സ്റ്റഡിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതായത് സ്പോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ അതുപോലെ ഓർഗനൈസേഷനിൽ ഉള്ളിൽ മാത്രം നിന്നാൽ പോരാ, ടു ലിങ്ക് ദെയർ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുള്ള ആൾക്കാരുമായിട്ടും ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനെയാണ് ബൗണ്ടറി സ്പാനിങ് എന്ന് പറയാം. ഒരു ഓർഗനൈസേഷന്റെ ബൗണ്ടറിയിൽ മാത്രം നിന്നാൽ പോരാ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. പുറത്തേക്ക് സഞ്ചരിക്കണം. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുള്ള എൻവിറോൺമെന്റുമായിട്ടും നല്ല കോണ്ടാക്ട്സ് ഉണ്ടാവണം. പുറത്തുള്ള എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമേഴ്സ് ആവാം, അതുപോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടും കൂടുതൽ ലിങ്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് ബൗണ്ടറി സ്പാനിങ് എന്ന് പറയാം. ഓക്കെ, ബൗണ്ടറി സ്പാനിങ്.
Then question number 9, assertion and reason statement. Assertion and reason statement ആണ് question number 9-ലുള്ളത്. Assertion തന്നിട്ടുണ്ട്, അതിന്റെ റീസൺ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ നോക്കുക എന്നുള്ളതാണ് question number 9. അപ്പോൾ question number 9-ലെ assertion നോക്കുക. Management is a set of principles relating to its function. റീസൺ എന്താ? Management is essential to run all types of organization. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ബോത്ത് അസേർഷൻ, എയും ആർ എന്ന് പറയുന്നത് എ അസേർഷൻ, ആർ റീസൺ ആണ്. ബോത്ത് ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ ബി എന്താ കൊടുത്തിട്ടുള്ളത്? എ ആൻഡ് ആർ ബോത്ത് ആർ കറക്റ്റ് ബട്ട് ആർ ഇസ് നോട്ട് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ആർ ഈസ് ഇൻകറക്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് ഇൻകറക്റ്റ്. ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എങ്ങനെയായിരിക്കും ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക എന്നുള്ളതാണ് അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കേണ്ടത്. ഇതിന്റെ ആൻസർ നോക്കുക, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബോത്ത് ആർ കറക്റ്റ് ബട്ട് ഈസ് നോട്ട് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ. നോക്കാം, മാനേജ്മെന്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് റിലേറ്റിംഗ് ടു ഇറ്റ്സ് ഫംഗ്ഷൻ. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസ് ഒക്കെ ചേർന്നതാണ്. അറിയാലോ, ഇപ്പൊ എത്രയോ പ്രിൻസിപ്പിൾ കണ്ടു. ഡിവിഷൻ ഓഫ് വർക്ക്, അതേപോലെ തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്, ഡിവിഷൻ ഓഫ് ലേബർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വർക്ക്, ഒരുപാട് പ്രിൻസിപ്പിൾസ് നമ്മൾ കണ്ടു. പ്രിൻസിപ്പിൾസ് ചേരുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, അങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ചേരുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ടു റൺ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനും നല്ല രീതിയിൽ വിജയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മാനേജ്മെന്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ. മാനേജ്മെന്റ് ഈസ് വെരി എസെൻഷ്യൽ ടു റൺ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനും റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് വളരെ വളരെ അത്യാവശ്യമാണ്. അതും വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് ഇവിടെ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസുമായിട്ട് അസേർഷനും റീസണും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി എയോ ബിയോ മാത്രമേ ആൻസർ വരുള്ളൂ. എയോ ബിയോ അത് മാത്രമേ ഫൈനൽ ആൻസർ വരുള്ളൂ. കാരണം രണ്ടും കറക്റ്റ് ആണ്. പക്ഷേ ഇനി റൈറ്റ് എക്സ്പ്ലനേഷൻ ആണോ, അസേർഷന് ചേരുന്ന റീസൺ ആണോ എന്ന് നോക്കണം. ഇവിടെ അസേർഷൻ എന്ന് പറയുന്ന മാനേജ്മെന്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്നാണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് അസേർഷനിൽ പറയുന്നത്. പക്ഷേ മാനേജ്മെന്റ് എല്ലാ ഓർഗനൈസേഷനും വേണമെന്നാണ് റീസണിങ്ങിൽ പറയുന്നത്. അപ്പോൾ രണ്ടും കറക്റ്റ് ആണ്. പക്ഷേ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട ഒരു റീസൺ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ബോത്ത് ആർ കറക്റ്റ് ബട്ട് നോട്ട് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ. അസേർഷനുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ല കൊടുത്തത്. പക്ഷേ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ല കൊടുത്തത്. അതാണ് ഇവിടെ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ മതി. ഐ ജസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, ഇങ്ങനെയുള്ള അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ വരും. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ബട്ട് ദർ ഇസ് നോ റിലേഷൻ. അസേർഷൻ റീസണുമായിട്ട് ഇവിടെ റിലേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ലൈക്ക് വെയിറ്റ്. ഓക്കെ, അപ്പോൾ അസേർഷനും റീസണും കറക്റ്റ് ആണ് ബട്ട് നോട്ട് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അസേർഷനിൽ പറയുന്നത് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും പിന്നെ റീസണിൽ പറയുന്നത് എസെൻഷ്യൽ ടു ഓൾ ഓർഗനൈസേഷൻ എന്നാണ്. ഓക്കെ, അത് രണ്ടുമായിട്ടൊരു ബന്ധമല്ല. പ്രിൻസിപ്പിൾസിനെ കുറിച്ച് തന്നെയാണ് റീസണിലും പറയുന്നതെങ്കിൽ ചിലപ്പോൾ രണ്ടും റൈറ്റ് എക്സ്പ്ലനേഷൻ ആയേനെ. ഓക്കെ, എനിവേ ദെൻ rewards offered to laborers involved in production are categorized as option A salary, option B fringe benefits, option C commission, option D wages. Okay, ആൻസർ ഓപ്ഷൻസ് ഡി ആണ്, വേജസ് ആണ് വരിക. അതായത് ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്ന, ഇവിടെ പ്രൊഡക്ഷൻ പി ആണ് വരിക. ഓക്കെ, പ്രൊഡക്ഷൻ, സം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ് കാരണം. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേമാണെന്ന് വിചാരിക്കാം. എന്തെങ്കിലും സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേമാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തെ, പ്രതിഫലത്തെ വേജസ് എന്നാണ് പറയുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേജസ് എന്നാണ് പറയാം. അതേസമയം നിങ്ങളൊരു ഓർഗനൈസേഷനിൽ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാം. അക്കൗണ്ടന്റ് ആണ്, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ സാലറി എന്നാണ് പറയാം. ഓക്കെ, അതാണ് ഇതിന്റെ വ്യത്യാസം. പ്രൊഡക്ഷൻ മേഖലയിലുള്ളവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് വേജസ് എന്നാണ്. ഇപ്പൊ സിമെന്റ് നിർമ്മിത കമ്പനിയിലാണെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വേജസ് എന്നാണ് പറയാം. ഓക്കെ, വേജസ് എന്നാണ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ.
അതേസമയം നിങ്ങൾ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ നിങ്ങൾക്ക് കിട്ടുന്നതിന് സാലറി എന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റഡ് ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 11 മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 മുതലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ഇനി നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യും. മാനേജ്മെന്റ് കംപ്ലീറ്റഡ് ആവും. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി മാനേജ്മെന്റ് കംപ്ലീറ്റഡ് ആവും. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്ലാസ്സിൽ മാനേജ്മെന്റ് കംപ്ലീറ്റഡ് ആവും. അതേപോലെ തന്നെ നെക്സ്റ്റ് 1 more ക്ലാസ്സിൽ പിന്നെ ഒരു ക്ലാസ് കൂടെ കിട്ടുവാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റഡ് ആവും. അങ്ങനെ 2 സബ്ജക്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റഡ് ആക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മാനേജ്മെന്റിന്റെ ബാക്കിയുള്ള ഭാഗവും ഹയർ എഡ്യൂക്കേഷന്റെ ബാക്കിയുള്ള ഭാഗവും ഒറ്റ ക്ലാസ് ആയിട്ട് എടുക്കും. അതോടെ അത് രണ്ടും കംപ്ലീറ്റഡ് ആവും. ഒരു ക്ലാസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 40-45 മിനിറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 2 ഏരിയാസും കംപ്ലീറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11 മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.